വാട്ട് ഇസ് ദ തമ്പ് റൂൾ ഓഫ് ഇൻവെസ്റ്റിംഗ്? ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് റിയൽ എസ്റ്റേറ്റില്. ഓൾമോസ്റ്റ് ഒരു 12-13 years ആയിട്ട് ഐ ഹാവ് ബീൻ ഇൻ ദിസ് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. പല ബിൽഡേഴ്സിനെ ഇവിടെ വർക്ക് ചെയ്തു. മെനി ടൈംസ് വി ലൈക്ക് മീറ്റ് വിത്ത് ഇൻവെസ്റ്റേഴ്സ്. പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. Maybe they got extra income, they need to park their extra fund came as a എന്താ ഇപ്പോൾ ഒരു ആസറ്റ് എന്തെങ്കിലും സെയിൽ ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്തതിന്റെ ഫണ്ട്സ് കാണും, ഓർ ജോബിൽ വരുന്ന എക്സ്ട്രാ ഇൻകം കാണും. സോ ഹൗ ഡു യു ഇൻവെസ്റ്റ്? ബട്ട് ദിസ് ടൈം മേക്ക് ഷുവർ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ബയേഴ്സ് ഹു ഈസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദംസെൽഫ് ഫോർ മേക്കിംഗ് എ സ്റ്റെബിലിറ്റി ഫോർ ദർ ലൈഫ്. ഒരിക്കലും ഒരു എന്താ പറയണ്ട, ഒരു എൽഡർ കെയറിന് വേണ്ടിയിട്ട് ഒരു ഇമ്മീഡിയറ്റ് എമർജൻസിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. So while you try to invest your money or park your fund in a residence, how should you do that? അപ്പൊ ഞാൻ ഇതിലൊരു തന്ത്രമായിട്ട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഒരു 1:3 ratio you should keep always. And what is this 1:3 ratio? Very simple. If you have got an extra fund which you can easily liquidate 3 times more than what you are planning to invest, minimum 3 times than what you are planning to invest, it should be required. അതല്ല എന്നുണ്ടെങ്കിൽ to an extent whatever real estate asset, അതിപ്പോൾ റെസിഡൻസ് ആവണമെന്നില്ല, കൊമേഴ്ഷ്യൽ ആണെങ്കിലും എന്താണെങ്കിലും, ഈസി ലിക്വിഡേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഈസി ലിക്വിഡേഷൻ പോസിബിൾ അല്ലാത്ത ഇറ്റ് വിൽ ടേക്ക് എ മിനിമം ടൈം. നിങ്ങളൊരു അഡ്വർടൈസ് ചെയ്യുകയാണ്, ഇഫ് യു ആർ ലിസ്റ്റിംഗ് എ പ്രോപ്പർട്ടി, ഫോർ മീ ഐ തിങ്ക് ഒരു ആവറേജ് ടൈം ഒരു മിനിമം ഇറ്റ് വിൽ ടേക്ക് 3 months ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ്. കാരണം വളരെ റെയർ ആയിട്ട് ഇമ്മീഡിയറ്റ് നടക്കുന്ന കേസസ് കാണും, ബട്ട് മിനിമം വിത്തിൻ 3 months ഓൺലി ദ മണി വിൽ കം ടു യുവർ ഹാൻഡ്. സോ ആ ഒരു ടൈമിലേക്ക് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഔട്ട് ഫണ്ട് ഫോർ യുവർ എമർജൻസി ലേറ്റർ, ഒരു ഫ്യൂച്ചർ എമർജൻസിക്ക് നിങ്ങൾക്ക് ആ ഫണ്ട് റേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ യു ഷുഡ് ഹാവ് ദാറ്റ് ഫണ്ട് വിത്ത് യു ഓൾവേസ്. ഒരു ഫാൻസിക്ക് പുറത്ത് ഒരിക്കലും ഐ ഡോണ്ട് സേ യു ഷുഡ് ഇൻവെസ്റ്റ്. വൈൽ യു ആർ പാർക്കിംഗ് ദ ഫണ്ട്, മേക്ക് ഷുവർ യു ആർ ഹാവിംഗ് ലിക്വിഡ് ഫണ്ട് വിത്ത് യു, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ എ മിനിമം റേഷ്യോ ഓഫ് 1:3. അത് 1:4 1:5 ഒക്കെ ആയാലും കുഴപ്പമില്ല. കാരണം മിനിമം 3 times ഫണ്ട് ഷുഡ് ബി ഇൻ യുവർ ഹാൻഡ്. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും എക്സാമ്പിളായിട്ട് കാണുന്ന ഒരു ആള്, എനിക്കൊരു എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ടു മെനി ടൈംസ് ഐ വാസ് ജസ്റ്റ് ആക്ടിങ് ലൈക്ക് എ മെന്റർ ഫോർ ഹിം സംതിങ്. അവളുടെ പേര് വിൽ ജസ്റ്റ്, ആൾക്ക് കുറച്ച് സ്ട്രഗിളിങ് പീരീഡ് ഒക്കെ ആയിരുന്നു. ആൾക്കൊരു സ്റ്റെബിലിറ്റി ഒക്കെ വരാനായിട്ട് ആളുടെ വീടും കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ ഫാൻസി, ഐ ഷുഡ് സേ. കാരണം ആൾക്കത് പോരാ, തന്റെ ലൈഫ് സ്റ്റൈല് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ബിഹൈൻഡ് അപ്ഗ്രേഡിങ് ഹിസ് റെസിഡൻസ്. പക്ഷെ ആള് കാണിച്ച ഒരു മണ്ടത്തരം നടന്നു വെച്ച് കഴിഞ്ഞാല് ഹി അപ്ഗ്രേഡഡ് ഹിസ് റെസിഡൻസ് വേർ ഇറ്റ് വാസ് ആക്ച്വലി വാസ് എന്ന് ഞാൻ പറയും. കാരണം അതൊരിക്കലും ഒരു ഈസി ലിക്വിഡേഷൻ പോസിബിൾ ഉള്ള ഒരു ലൊക്കേഷൻ പോലും അല്ല. അവിടെ കൊണ്ടുവന്നിട്ട് ആള് വീണ്ടും വീണ്ടും സെയിം റെസിഡൻസിൽ കൂടുതൽ സ്ട്രക്ചറൽ ഡിസൈൻസിന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഫോർ ദ സ്ട്രക്ചറൽ കൺസേൺസ്. ബട്ട് ലേറ്റർ ഓൺ ഒരു എമർജൻസി വന്നു. കാരണം ആളുടെ പാപ്പായ്ക്കോ ഒരു പ്രശ്നം വന്നപ്പം, അല്ലെങ്കിൽ ഫാദറിന് ഒരു പ്രശ്നം വന്നപ്പം, he was not able to liquidate it easily and take out the fund, and he was paying a lot of amount in എന്താ നമ്മള് ലോൺസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്, EMIs ഒക്കെ ആയിട്ട് ആൾ ഒരുപാട് ഫണ്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ വന്നു. സോ അഗെയിൻ, the investment option, always you should keep this in mind, this thumb rule of 1:3.